പേര് ബീന സിബി. ഞാൻ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ അടുത്തുനിന്ന് വരുന്നു. 2019 മെയ് 4-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞങ്ങൾ 10 വർഷമായിട്ട് ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിന് ഞങ്ങൾക്ക് സ്വത്ത് കുറച്ചുണ്ട്, അത് വിറ്റിട്ട് മേടിക്കാനാണ് ഇരുന്നത്. പക്ഷേ ഓരോ വർഷവും ഇത് വിൽക്കാൻ ശ്രമിക്കും, വിൽക്കത്തില്ല. ഏകദേശം ഒരു 10 ഏക്കർ കണ്ടം ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് തെങ്ങ് സ്ഥലവും ഉണ്ടായിരുന്നു. ഇത് രണ്ടും വിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വളരെയധികം വിഷമിച്ച് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത് വളരെ കണ്ണീരോടുകൂടി എപ്പോഴും വന്ന് പ്രാർത്ഥിക്കും. അതുപോലെ അങ്ങനെ ഇരിക്കുമ്പം ഈ കഴിഞ്ഞ നവംബറിലാണ് ഞങ്ങൾ വീട് എപ്പോഴും നോക്കുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് ചങ്ങനാശ്ശേരി നോക്കണമെന്നായിരുന്നു. അങ്ങനെ ചങ്ങനാശ്ശേരി പോയി നോക്കുകയും ഒരു വീട് കണ്ട് ഇഷ്ടപ്പെടുകയും വാക്ക് കൊടുക്കാനിരുന്ന് തിരിച്ച് ആലപ്പുഴ വന്നപ്പം മോൻ പറഞ്ഞ് ആലപ്പുഴ തുമ്പോളി പള്ളിയുടെ അടുത്തായിട്ട് ഒരു വീട് ഉണ്ട്, അതൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പിന്നെ ഒന്ന് നോക്കിയപ്പം അത് ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടെ വന്ന് നോക്കിയപ്പോൾ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. അതങ്ങ് ഉറപ്പിക്കുമായിരുന്നു. അങ്ങനെ നവംബറിൽ ഞങ്ങൾക്ക് ആ വീടിൻ്റെ അഡ്വാൻസ് കൊടുക്കുവാനായിട്ട് സാധിച്ചു. അതിന് ഈ വീട് സ്ഥലമൊന്നും വിൽക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ എപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം മൂലം എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും സഹകരിക്കുകയും എൻ്റെ വീട്ടിലെ കുടുംബം വിറ്റിട്ട് അവരുടെ ഓഹരിയിൽ നിന്ന് എനിക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷേ അതും വിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവരെല്ലാവരും ഈക്വലായിട്ട് പൈസ ഇട്ട് എനിക്ക് അഡ്വാൻസ് കൊടുക്കുവാൻ സാധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അത് രജിസ്ട്രേഷൻ നടത്തിയത് ഈ മാസം 9-ാം തീയതിയാണ്. അപ്പോഴും ഞങ്ങൾക്ക് കുറച്ച് പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നായിരുന്നു. കുറച്ച് പൈസയുണ്ട്, പിന്നെ കുറച്ച് പൈസയ്ക്ക് ഒരു ഏകദേശം 10 ലക്ഷത്തിന് കുറവ് വന്നപ്പോൾ എൻ്റെ ഒരു ചേച്ചി അമേരിക്കയിലുണ്ട്. ആ ചേച്ചിയുടെ ചേച്ചി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചി വീണ്ടും ആ പൈസ ചേച്ചിയുടെ ഭർത്താവ് ചോദിക്കും, എടി വീട് സ്ഥലം വിറ്റില്ലേ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പം സ്ഥലം വിറ്റില്ല ചേട്ടാ, അത് വിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എന്താ നിങ്ങളുടെ വീട് മാറാത്ത വീട് രജിസ്ട്രേഷൻ നടത്താത്ത എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇച്ചിരി പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചേട്ടനോട് ചോദിക്കുവാണ് എത്ര ലക്ഷം വേണം, നിനക്ക് എത്ര വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ 5 ലക്ഷം ഒരു കുറവുണ്ട്, അതിൻ്റെ നാളെ ഇട്ടേക്കാം നീ. അപ്പം ഞാൻ സ്വർണം പണയം വെച്ച് ചെയ്യാമെന്ന് ഓർത്തപ്പോൾ സ്വർണ്ണം ഒന്നും വെക്കണ്ട. അപ്പം ചേട്ടൻ എപ്പോഴും പൈസ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ. അപ്പോൾ ഒരു ഭയങ്കര അത്ഭുതമാണ്. ചേട്ടൻ വേളാങ്കണ്ണി മാതാവ് ഇവിടെ നാട്ടിൽ വന്ന വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ കൃപാസന അമ്മ സഞ്ചാരി മാധവ എന്ന് പറയുന്നത് കറക്റ്റ്. അമ്മ ആ സമയത്ത് അവിടെ ചെന്ന് ചേട്ടനെ അത് തോന്നിപ്പിക്കുകയും ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഞങ്ങൾക്ക് അത് കിട്ടിയതിൻ്റെ പിറ്റേ ആഴ്ച രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി വലിയൊരു അനുഗ്രഹമാണ് കൃപാസന അമ്മ വഴി തിരുക്കുമാരൻ ഞങ്ങൾക്ക് കുടുംബത്തിന്. ഒത്തിരി ഞാൻ വിഷമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് മാതാവും തിരുക്കുമാരനും ഇടപെട്ട് അത് ഭംഗിയായി നടത്തി തരികയും ചെയ്തു. അതിന് എൻ്റെ വീട്ടുകാരും പുള്ളിയുടെ വീട്ടുകാരും എല്ലാവരും ഒരു പൈസ പോലും ഇല്ലാതെ എല്ലാ കാര്യം ഭംഗിയായി നടന്ന് 80 ലക്ഷം രൂപയുടെ ഒരു വീട് എനിക്ക് കൃപാസനം അടുത്ത് വേണമെന്ന്. ഏകദേശം തുമ്പോളി മാതാവിൻ്റെ അടുത്ത് ഒരു വളരെ പള്ളിയുടെ തൊട്ടടുത്തായിട്ട് വരും ആ വീട്. അങ്ങനെ ഒരു വീട് കിട്ടി പള്ളിയിൽ പോകാനും എനിക്ക് പ്രാർത്ഥന. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്ന കൃപാസനം പത്രം മേടിച്ച് ഞാൻ ഓരോ കോളനിയുണ്ട് ഞങ്ങളുടെ ഇങ്ങനെ ഞാൻ ഈ മുനിസിപ്പാലിറ്റിയുടെ താമസം ലത്തീംപള്ളിയുടെ കോളനിയുണ്ട്. അവിടെ ഓരോ വീട്ടിലും ചെന്ന് നോക്ക് ചെയ്ത് ഓരോ വീട്ടിലും കൊണ്ട് കൊടുക്കുമായിരുന്നു. ചിലർ വേണ്ടെന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ ഓക്കെ അടുത്ത വീട്ടിൽ കൊടുക്കും. അങ്ങനെ അതുപോലെ ഇവിടെ ആവശ്യക്കാർക്ക് കാര്യങ്ങളെല്ലാം എൻ്റെ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കും. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കിട്ടുന്നതിന് പിറ്റേ ദിവസം തന്നെ ഞാൻ പത്രം കൊടുത്ത് തീർക്കാൻ നോക്കും. പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു ST കോൺവെൻറ്റ് സിസ്റ്റേഴ്സിൻ്റെ അഗതികളുടെ ഒരു ഇതുണ്ട്. അവിടെ ഇടയ്ക്ക് പോയി ദശാംശം എൻ്റെ പൈസയുടെ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ദശാംശം ഞാൻ അവിടെ നേരത്തെയും കൊടുക്കുമായിരുന്നു, ഇപ്പോഴും കൊടുക്കും. പിന്നെ എൻ്റെ വീട്ടിലടുത്ത് ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു പാവപ്പെട്ട ഒരു വെള്ളം എല്ലാ വീടും വലിയ വീടാവും, ഈ വീട് മാത്രം എപ്പോഴും വെള്ളം കയറി മഴക്കാലത്തൊക്കെ. അപ്പം ഞാൻ ആ പുള്ളിക്കാരിനെ വിളിച്ച് എനിക്ക് ഒരു ദശാംശം എന്നുള്ള ചിലപ്പോൾ അവിടെ അതിന് കൊടുക്കുകയും
അങ്ങനെ ആര് വന്നാലും വീട്ടിൽ ആര് വന്നാലും ഞാൻ അത് അവരെ വെറുതെ വിടുകയല്ല, എൻ്റെ പറ്റുന്ന സഹായം ഞാൻ ചെയ്തേക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ വേറൊരു കുടുംബത്തെ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അവർക്കും പൈസ കൊടുത്ത്, മോനൊക്കെ ജോലി കിട്ടിയപ്പം എനിക്ക് അവരെയും രക്ഷപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ അങ്ങനെയൊക്കെ കൊടുത്ത് അങ്ങനെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇടയ്ക്ക് ശ്വാസം മുട്ടൽ വരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ തൈലം നെഞ്ചത്ത് പുരട്ടി, എനിക്ക് ഇൻഹെയിലൊന്നും എടുക്കുക എൻ്റെ ഒന്നുമില്ല, മാതാവിൻ്റെ കൃപ പെട്ടെന്ന് തന്നെ അത് ആശ്വാസമായി. അതങ്ങനെ എനിക്ക് പിന്നെ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് കോപിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ആഹാരത്തിലാണെങ്കിലും ഉപ്പ് കൊടുക്കും, പുള്ളിയുടെ കിടക്കുന്ന കട്ടിലിനെ 4 മൂലയ്ക്കും ഒക്കെ ഇട്ട് നല്ല വ്യത്യാസം, കോപത്തിനൊക്കെ നല്ല ശാന്തതയുണ്ട് ഇപ്പോൾ. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ. പുള്ളിക്കാരൻ ഭയങ്കര കോപിക്കുമ്പോൾ ഞാൻ തിരിച്ചു പറയുമായിരുന്നു, അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാകുമായിരുന്നു. പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള കൃപ, പുള്ളി എന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ഒത്തിരി മാറി ശാന്തതയായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ എൻ്റെ നാത്തൂന്മാരോടും എല്ലാവരോടും ആരോടെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ അത് പോയി ക്ഷമ ചോദിച്ച്, ഫോണിൽ കൂടി ക്ഷമ ചോദിച്ച് നേരി കാണുമ്പോൾ മിണ്ടാനും ഒക്കെയുള്ള കൃപ, ശാന്തമായ ഒരു ബിഹേവിയർ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള കൃപ. ഞാൻ പുള്ളിക്കാരനോടും പറയും, ക്ഷമിച്ചെങ്കിൽ മാത്രമേ ദൈവകൃപ ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഈയിടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വരെ എനിക്ക് ഒത്തിരി പരിശുദ്ധാത്മാവിലൂടെ ഒത്തിരി അനുഗ്രഹം. എന്നും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാതെ പള്ളിയിൽ കുറച്ച് നേരം ഞങ്ങൾ 2 പേരും കൂടെ പ്രാർത്ഥിക്കും. പിന്നെ എന്നും ദിവ്യബലിയിലും ഞാൻ പങ്കെടുക്കും. ഒരു ദിവസം മുടങ്ങിയാൽ പിറ്റേ ദിവസം 2 നേരമായിട്ട് കൂടുവാൻ ശ്രമിക്കും, ആരോഗ്യം ഉണ്ടെങ്കിൽ. പിന്നെ അങ്ങനെയൊക്കെ ഒരു കൃപയിൽ പിന്നെ പോകുവാനായിട്ട് സാധിക്കുന്നു. അമ്മയുടെയും തിരുക്കുമാരൻ്റെയും വലിയൊരു അനുഗ്രഹമാണ്. കൂടാനുകൂടി നന്ദി അമ്മയ്ക്ക് അർപ്പിക്കുന്നു. എന്നും ഇനി ഞാൻ ഉടമ്പടിയിലാകുമെന്ന് ഞാൻ വാക്ക് കൊടുക്കുകയും ചെയ്തു അമ്മയ്ക്ക്. ബെനി ചേച്ചി പറഞ്ഞത് 10 വർഷമായിട്ടൊരു വീട് വാങ്ങിക്കുവാനുള്ള ആഗ്രഹമായി നടക്കുമായിരുന്നു. ഇവർക്ക് വിൽക്കുവാനേക്ക് സ്ഥലമുണ്ട്, പക്ഷെ അത് വിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു തടസ്സത്തിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ദൈവം ചെയ്തു കൊടുത്തത് അതൊന്നും വിൽക്കാതെ തന്നെ ഒരു വീട് വാങ്ങിക്കാനുള്ളൊരു അനുഗ്രഹമാണ്. ഈ കുടുംബം നേരത്തെയും കടം വാങ്ങിച്ച ആ ചേട്ടൻ ഇവരോട് ചോദിക്കുകയാണ്, ഇനി പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇതിനു മുമ്പ് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് എപ്പോഴാണ് തരുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ആ കുടുംബമാണ് ഉടമ്പടിയിൽ ഈ കുടുംബം വന്നു കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എത്ര പൈസയാണ് ആവശ്യമായിരിക്കുന്നത്? അങ്ങനെ ഇവർക്കുണ്ടായിരുന്ന സ്വാഭാവികമായ മാർഗങ്ങളല്ലാതെ പരിശുദ്ധ അമ്മ തന്നെ ഒരു മാർഗം കൊണ്ടുവന്ന് ഒരു ഭവനം വാങ്ങിക്കാനായിട്ട് അവസരം കൊടുക്കുകയാണ്. അതേപോലെ തന്നെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ, ശാന്തത, ഇതെല്ലാം ഇവർക്ക് ലഭിക്കുന്നു. സങ്കീർത്തനം 81:7 കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിച്ചു, ഞാൻ നിന്നെ മോചിപ്പിച്ചു. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.